പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി സവാദ് 13 വർഷത്തിന് ശേഷം പിടിയിൽ. മട്ടന്നൂരിലെ വാടക വീട്ടിൽ നിന്നാണ് സവാദ് NIA-യുടെ പിടിയിൽ ആയത്. ഷാജഹാൻ എന്ന പേരിലാണ് സവാദ് കഴിഞ്ഞ 1 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഇയാളെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ഉദ്യോഗസ്ഥരുടെ വിജയമെന്നും എന്നാൽ ആസൂത്രണം ചെയ്തവർ ഇപ്പോഴും കാണാമറയത്താണ് എന്നും ടി.ജെ. ജോസഫ് പ്രതികരിച്ചു. എൻ്റെ കൈവെട്ടാനോ എന്നെ ആക്രമിച്ച് കൊല്ലാനോ ഒക്കെ തീരുമാനമെടുത്ത ഒരു ബുദ്ധി, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, ഇവരുടെയൊക്കെ യജമാനന്മാർ ഒരിക്കലും ഈ കേസിൻ്റെ മുന്നിലേക്ക് വരുന്നില്ല. അങ്ങോട്ടേക്കൊന്നും കേസിൻ്റെ അന്വേഷണം എത്തിയിട്ടില്ല. അങ്ങനെ എത്താൻ മാത്രം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനമോ ജനാധിപത്യ രീതികളോ വളർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴും മതങ്ങൾക്കും അതുപോലെ തന്നെ മതശക്തികൾക്കുമൊക്കെ സ്വാധീനമുള്ള ഒരു നിയമ സംവിധാനങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്നത്. എങ്കിലും ഒരു പൗരന്ന നിലയിൽ ഇവിടെ കുറേയെങ്കിലും നീതി നടപ്പാകുന്നു അല്ലെങ്കിൽ നിയമം നടപ്പാകുന്നു എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഈ കേസിൻ്റെ യഥാർത്ഥ പ്രതികൾ, ശരിയായിട്ടുള്ള കൾപ്രിറ്റുകൾ ഈ കേസിൻ്റെ മുഖ്യധാരയിൽ വരാതെ എന്നോ ഒളിവിലിരിക്കുകയാണ്. സവാദിനെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. കാരണം അദ്ദേഹം ആക്രമിക്കുന്നത് എൻ്റെ മനസ്സിലിപ്പോഴും മായാതെ നിൽക്കുന്നുണ്ട്. അന്ന് എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പോലീസ് കാണിച്ച ഒരു ഉത്സാഹം ഈ കേസിലെ പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രതി 13 വർഷക്കാലം ഇങ്ങനെ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചും അത്ഭുതകരമായ ഒരു കാര്യമൊന്നുമല്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ലോക്കൽ പോലീസിനെ ഒന്നും തന്നെ അറിയിക്കാതെയായിരുന്നു ഇത്തരത്തിൽ പ്രതിയെ പിടികൂടിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് നടപടിക്രമങ്ങൾ ഏത് നിലയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? അഭിലാഷ്, 2010 ജൂലൈ 4-നായിരുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കൈവെട്ട് കേസ് നടന്നത്. ഈ സംഭവത്തിലെ ഒന്നാം പ്രതിയായ സവാദിനെ 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പോലീസ് പിടികൂടുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കൊച്ചിയിലെ NIA ഓഫീസിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഇന്ന് തന്നെ NIA കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ നീക്കവും. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് കണ്ണൂരിലെ സവാദിന്റെ വീട് വളഞ്ഞ് NIA പോലീസ് പിടികൂടിയത്. അതിനുശേഷം കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. 13 വർഷത്തിന് ശേഷമാണ് ഈ സവാദിനെ പോലീസ് പിടികൂടുന്നത്. ഈ സംഭവം നടന്ന ഈ കൈവെട്ട് കേസ് കൈവെട്ടിയ ദിവസം തന്നെ ആലുവ വരെയാണ് സവാദ് പോയതെന്നായിരുന്നു പോലീസിന് ആദ്യം കിട്ടിയ തെളിവ്. അതിനുശേഷം പിന്നീട് എവിടെയാണ് സവാദ് പോയതെന്ന് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണത്തിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് വിദേശത്തടക്കം ആയി സവാദ് പോയി കടന്നു കളഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷെ ഇതൊന്നും സ്ഥിരീകരിച്ചിരുന്നില്ല. പിന്നീടാണ് ഇപ്പോൾ 13 വർഷത്തിന് ശേഷം സവാദിനെ, ഒന്നാം പ്രതിയായ സവാദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും പേര് മാറ്റി മറ്റൊരു പേരിലായിരുന്നു. ഒരു മരപ്പണിക്കാരനായി സവാദ് കണ്ണൂരിൽ ജോലി ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ കുടുംബവും കുട്ടികളും ഉണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് തന്നെ സവാദിനെ NIA കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. അഭിലാഷ്, വിശദാംശങ്ങളാണ് നവമി ദിനേശ് നൽകിയത്. കേരളം ഭീകരവാദികൾക്ക് സുരക്ഷിത താവളമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. മട്ടന്നൂർ CPIM-ന് ഏറ്റവും കൂടുതൽ പാർട്ടി ഗ്രാമങ്ങൾ ഉള്ള സ്ഥലമാണ്. രാജ്യത്ത് ഭീകരന്മാർ ഒളിവിൽ കഴിയാൻ പറ്റുന്ന സ്ഥലമായി കേരളം മാറി. IS റിക്രൂട്ട്മെന്റ് നടക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് എന്നും K. സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ആരോപിച്ചു. കേരളത്തെ നടുക്കിയ കൈവെട്ട് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയെ മട്ടന്നൂരിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത സംഭവം കേരളം തീവ്രവാദികൾക്ക് എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്ത്യയിൽ ഭീകരന്മാർക്ക് ഒളിച്ചു താമസിക്കാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനം കേരളമായി മാറിക്കഴിഞ്ഞു. മട്ടന്നൂരിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മട്ടന്നൂരിലാണ് CPM-ന് ഏറ്റവും വലിയ പാർട്ടി ഗ്രാമങ്ങളുള്ളത്. ഭരിക്കുന്ന കക്ഷിക്ക് ഏറ്റവും വലിയ പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് കേരള പോലീസിന്റെ മൂക്കിന് താഴെ ഈ ഭീകരവാദി ഒളിച്ചു താമസിച്ചത്. എത്രമാത്രം സുരക്ഷിതമായി കേരളത്തിൽ ഭീകരന്മാർക്ക് ഒളിവിൽ കഴിയാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്.
ഭീകരവാദികളെ സഹായിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ. തടിയന്റെ അവിടെ നസീറിനായാലും മറ്റ് ഭീകരന്മാരുടെ കേസുകളെല്ലാം നോക്കിയാൽ അവർ ഒളിച്ചു താമസിക്കാൻ കണ്ടെത്തുന്ന സ്ഥലം സിപിഎമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമത്തിൽ മറ്റാർക്കും പ്രവേശനമില്ല. പത്രക്കാർക്ക് പോകാൻ കഴിയില്ല, അന്വേഷണ ഏജൻസികൾക്ക് പോകാൻ കഴിയില്ല, പോലീസിന് ശരിയായ നിലയിൽ കേസ് അന്വേഷിക്കാൻ കഴിയില്ല. അവിടെ എല്ലാം കാണുന്നത് മതഭീകരന്മാരെ വലിയ തോതിൽ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ്. ഈ സംഭവം കേരളത്തിലെ പോലീസിന്റെ, സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കേണ്ട സംഭവമാണ്. 13 വർഷം കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ ഒരു ഭീകരവാദ ആക്രമണത്തിലെ ഒന്നാം പ്രതി ആരുടെയും കണ്ണിൽപ്പെടാതെ അവിടെ ഒളിച്ചു താമസിച്ചു എന്നുള്ളതാണ്. കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദിന്റെ അറസ്റ്റിന് പിന്നാലെ LDFും UDFിനും എതിരെ ആരോപണങ്ങളുമായി മുൻ DGP TP സെൻകുമാർ. മുഖ്യപ്രതിക്ക് ഇവരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ആവശ്യം. സവാദിന്റെ അറസ്റ്റോടെ കേസിലെ സൂത്രധാരന്മാരിലേക്ക് എത്താനാകുമെന്നും TP സെൻകുമാർ പറഞ്ഞു. NIAക്ക് അഭിനന്ദനങ്ങൾ. കാരണം 13 വർഷം കഴിഞ്ഞെങ്കിലും ഇതിന് വളരെ വേരുകളുള്ള കേരളത്തിൽ നിന്ന് തന്നെ ഇയാളെ കണ്ടെത്തിയല്ലോ. അതുകൊണ്ട് ഇയാളുടെ കൂടെ പ്രതിയായ പലരും ഇലക്ഷനിൽ നിന്ന് ജയിച്ചു എന്നുള്ള പെരുമ്പാവൂരിലുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിക്ക് അതിലും ഏറ്റവും കൂടുതൽ സ്വാധീനമായ ആൾക്കായിരിക്കുമല്ലോ. ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചെറിയ വിഭാഗമല്ല, സാമാന്യം വലിയ വിഭാഗം തന്നെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്യുന്നവർ മാത്രമായിട്ട് ചെയ്യുന്നതല്ല. ഇത് പ്ലാൻ ചെയ്തു കൊടുക്കാനും ഇവരെ എങ്ങനെ ചെയ്യണം, അവിടെ എത്തിക്കണം, എങ്ങനെ ഏത് സമയത്ത് ചെയ്യണം, അതുപോലെ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടാകും. അത് ഏതായാലും ഇയാൾക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും. അത് മാത്രമല്ല, കഴിഞ്ഞ 13 വർഷം ഇയാളെ എവിടെയെല്ലാം ഒളിപ്പിച്ചു, എന്തെല്ലാം സഹായങ്ങൾ കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇയാളെ പിടിച്ചിരിക്കുന്ന സ്ഥലവും മോശമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ടാകും. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി അറിയുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇതിന്റെ കുറച്ച് പേരുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. കൈവെട്ട് കേസിന് പിന്നിൽ ബുദ്ധികേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം അവരിലേക്കും പോകേണ്ടതാണ് എന്ന് ഫാദർ പോൾ തേലക്കാട്ട് പ്രതികരിച്ചു. പോലീസിന്റെ ഒരു ഉത്തരവാദിത്വ രാഹിത്യമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. അതായത് നിയമത്തിന്റെ കണ്ണ് ബോധപൂർവം അടച്ചതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഉത്തരവാദിത്വ രാഹിത്യം ഇങ്ങനെ ഗൗരവമായ കേസിൽ പോലും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തും ഇവിടെ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു നിയമത്തിന്റെയും പോലീസിന്റെയും അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ആർക്കും ഉപകാരപ്രദമല്ല. അത് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും നീതിയുടെയും നിയമത്തിന്റെ നടപ്പിലാക്കലിനും ഒക്കെ ഗൗരവമായ പ്രതിസന്ധിയായി മാറുന്നതാണ്. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാൻ ഇടയാകുന്നതാണ് തികച്ച അപകടകരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനാകൂ. ഇപ്പൊ ഇങ്ങനെ ഒരു വീണ്ടും പിടിക്കപ്പെട്ടിരിക്കുന്നുള്ളത് പുതിയ സത്യസന്ധമായ അന്വേഷണത്തിന് വഴിതെളിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതായത് ഇതിന്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബുദ്ധികേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് അന്വേഷണം പോകാനുള്ള പോകേണ്ടതാണ്. അങ്ങനെ പോകുമെന്നാണ് എന്റെ പ്രത്യാശ. സീറോ മലബാർ സഭയ്ക്ക് പുതിയ ഇടയൻ. സീറോ മലബാർ സഭയുടെ പുതിയ അധ്യക്ഷന്റെ പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. ഔദ്യോഗിക പ്രഖ്യാപനം വൈകുന്നേരം 4:30 കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടക്കും. ഒരേ സമയം വത്തിക്കാനിലും പ്രഖ്യാപനമുണ്ടാകും. സഭാസ്ഥാനത്ത് ചേർന്ന സിനഡിൽ ആണ് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുന്നുണ്ട്. ടോം, അല്പസമയത്തിനകം തന്നെ പുതിയ ഇടയൻ ആര് എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായി അറിയാൻ സാധിക്കുമെങ്കിലും ആരുടെ പേരുകൾക്കാണ് മുൻഗണന? അഭിലാഷ്, സീറോ മലബാർ സഭയുടെ അധ്യക്ഷനായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സഭയിലെ ഈ സങ്കീർണമായ പ്രശ്നങ്ങളുടെ നടുവിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം, അതായത് കഴിഞ്ഞ മാസം അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തത്. അതിന് പിന്നാലെയാണ് സഭയുടെ, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയുടെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി തിങ്കളാഴ്ച സിനഡ് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടില് സഭയുടെ വെത്രാൻ സിനഡ് ചേർന്നത്. ആദ്യ ദിവസം അതിന്റെ നടപടിക്രമങ്ങൾ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കടന്നിരുന്നില്ല. ഇന്നലെ ആയിരുന്നു പുതിയ സഭാധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. അതായത് ഉച്ചയോടുകൂടി തന്നെ
ആദ്യ 3 ഘട്ടങ്ങൾ വോട്ടെടുപ്പ് ഈ രഹസ്യ ബാലറ്റിന്റെ വോട്ടെടുപ്പ് ആദ്യ 3 ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പേരിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 2 പേരുകളാണ് നിലവിൽ പറഞ്ഞു കേൾക്കുന്നത്. ഒന്ന് പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടും മധ്യപ്രദേശിലെ ഉജ്ജയിൻ രൂപത അധ്യക്ഷൻ മാർ സെബാസ്റ്റ്യൻ വടക്കൽ. ഈ 2 പേരുകളാണ് സഭാധ്യക്ഷനായി തെരഞ്ഞെടുത്തതായി സൂചന ലഭിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല. ഇതിന് തുടക്കം മുതൽ സഭാവിശ്വാസികളുടെ ഒരു വികാരം മാർ ജോസഫ് കല്ലറങ്ങാട്ട് സഭാ അധ്യക്ഷനാകണമെന്നായിരുന്നു. പക്ഷെ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പകരം പാലാ രൂപതയിൽ നിന്ന് തന്നെയുള്ള, അതായത് പാലാ വിളക്കുമാട് സ്വദേശിയായിട്ടുള്ള മാർ സെബാസ്റ്റ്യൻ വടക്കലിനെ അദ്ദേഹം തന്നെ ശുപാർശ ചെയ്തു എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളും കേൾക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം, അതായത് കൃത്യം 4:30 സീറോ മലബാർ സഭയുടെ പുതിയ അധ്യക്ഷന് ആരാണെന്ന് വ്യക്തമാകും. കേരളത്തിന് പുറത്തുള്ള രൂപതയിലെ ഒരു അധ്യക്ഷനാണ് എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് സെബാസ്റ്റ്യൻ വടക്കൽ ഉജ്ജയിൻ രൂപത അധ്യക്ഷൻ തന്നെയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. മാർ സെബാസ്റ്റ്യൻ വടക്കലിനെ കുറിച്ച് പറയാം, അദ്ദേഹം ഒരു കാനോനിക നിയമ പണ്ഡിതനാണ്. വലിയൊരു പണ്ഡിതനായിട്ടുള്ള, സഭയുമായി ബന്ധപ്പെട്ട, ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട വലിയ ജ്ഞാനമുള്ള അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തതൊക്കെ ഈ കാനോൻ നിയമവുമായി ബന്ധപ്പെട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഭയോട് വിധേയത്വമുള്ള, മാർപ്പാപ്പയുടെ വിധേയത്വമുള്ള ഒരു വ്യക്തിയാണ്. നിലവില് മാർത്തോമ മിഷണറി ഓഫ് മാർത്തോമ കോൺഗ്രിഗേഷനിൽപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു. പാലാ വിളക്കുമാടം സ്വദേശിയാണ് മാർ സെബാസ്റ്റ്യൻ വടക്കൽ. അതോടൊപ്പം തന്നെ പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും കൃത്യമായ വിവരം, ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം, കാരണം വളരെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നുണ്ട് സഭാ നേതൃത്വം. കാരണം കൃത്യമായ നിർദ്ദേശമുണ്ട്. രഹസ്യ ബാലറ്റിലൂടെ മെത്രാന്മാർക്ക് മാത്രമാണ്, ഈ സിനഡിൽ പങ്കെടുക്കുന്ന മെത്രാന്മാർക്ക് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുള്ളൂ. ഇന്നലെ തന്നെ ആരെയാണ് പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് എന്ന വിവരം വത്തിക്കാനെ രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുണ്ട്. വത്തിക്കാൻ ഇക്കാര്യത്തിൽ, അതായത് മാർപ്പാപ്പ ഔദ്യോഗികമായി അംഗീകാരം നൽകിയാൽ മാത്രമേ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തില് സീറോ മലബാർ സഭയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും 4:30 ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് സഭാ നേതൃത്വം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. 4:30 ഒരേ സമയം, അതായത് സഭാ ആസ്ഥാനമായിട്ടുള്ള കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലും അതേസമയം തന്നെ വത്തിക്കാനിലും പുതിയ സഭാധ്യക്ഷന്റെ കാര്യത്തില് ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും. പക്ഷേ എന്ന് അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കുമെന്നത് സംബന്ധിച്ച് ഇന്ന് സഭാ ആസ്ഥാനത്ത് നടക്കുന്ന ഈ ഔദ്യോഗിക പ്രഖ്യാപന ചടങ്ങിൽ മാത്രമേ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും പുതിയ അധ്യക്ഷൻ ആരാണെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നൽകിയ കാര്യം. കാരണം സഭയെ സംബന്ധിച്ചിപ്പോൾ വലിയ സങ്കീർണമായ സാഹചര്യത്തിലൂടെ, സംഘർഷപരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാം, പ്രത്യേകിച്ചും കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം പശ്ചാത്തലത്തിലായിരുന്നു കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സഭാധ്യക്ഷ പദവി അദ്ദേഹത്തിന് ഒഴിയേണ്ടി വന്നത്, അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നത്. അതിൽ പോലും വത്തിക്കാന്റെ ഒരു ഇടപെടൽ ഉണ്ടായി എന്ന രീതിയിലുള്ള ചില സൂചനകളും ലഭ്യമായിരുന്നു. പക്ഷേ എന്തായാലും പുതിയ അധ്യക്ഷൻ ഈ ഒരു ചുമതല ഏറ്റെടുക്കുമ്പോൾ, സീറോ മലബാർ സഭയുടെ അധ്യക്ഷനായി വരുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം സഭാ അംഗങ്ങളെല്ലാവരെയും, വിശ്വാസികളെല്ലാവരെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോകുക എന്നത് തന്നെയാണ്. അതിന് പ്രാഥമികമായി അദ്ദേഹത്തെ സംബന്ധിച്ച് സീറോ മലബാർ സഭയിൽ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുമ്പോൾ സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപതയാണ്. എറണാകുളം അങ്കമാലി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പാണ് സീറോ മലബാർ സഭയുടെ തലവനായി വരിക. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ സഭയുടെ ആസ്ഥാന രൂപത എന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പദവിയിൽ മാറ്റമുണ്ടാകുമെന്നും ഈ രൂപത, എറണാകുളം അങ്കമാലി രൂപത വിഭജിക്കുമെന്ന ചില അഭ്യൂഹങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും അക്കാര്യത്തില് ഈ സഭാ അധ്യക്ഷനെ തെരഞ്ഞെടുത്ത ശേഷമുള്ള സിനഡ് യോഗങ്ങൾ, അതായത് തിങ്കളാഴ്ചയാണ് സിനഡ് ആരംഭിച്ചത്, ശനിയാഴ്ച വരെയും സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ സഭയുടെ ആസ്ഥാന രൂപത ഏതാണെന്ന കാര്യത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ചില അഭ്യൂഹങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണവും വരും ദിവസങ്ങളിലായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം ഈ സീറോ മലബാർ സഭയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാർപ്പാപ്പ തന്നെ കൃത്യമായ ഉത്തരവ് നൽകിയിരുന്നു. സഭ അനുശാസിക്കുന്ന, സിനഡ് നിർദ്ദേശിക്കുന്ന കുർബാന അർപ്പിക്കണമെന്ന കൃത്യമായ നിർദ്ദേശം സഭാ നേതൃത്വം നൽകിയിരുന്നു. പക്ഷേ ഇക്കാര്യത്തില് ഈ ക്രിസ്മസിന്റെ അന്ന്, കഴിഞ്ഞ ക്രിസ്മസ് നാളിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എല്ലാ വൈദികർക്കും നിർദ്ദേശം നൽകിയെങ്കിലും പല പള്ളികളിലും ഒരു കുർബാന മാത്രം
ഏകീകൃത കുർബാന അർപ്പിച്ചെങ്കിൽ പിന്നീട് വീണ്ടും ജനാഭിമുഖ കുർബാന തുടരുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള വൈദികർക്കെതിരെ നടപടി ഉണ്ടാകും, വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാകുമെന്ന് സൂചനയുണ്ട്. പക്ഷെ എന്തായാലും പുതിയ അധ്യക്ഷൻ സീറോ മലബാർ സഭയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ വിമത വിഭാഗത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു വലിയ ചുമതല കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. എന്തായാലും 4:30 അല്പസമയത്തിനകം തന്നെ സഭയുടെ പുതിയ അധ്യക്ഷൻ ആരാണെന്ന് വ്യക്തമാകും. സീറോ മലബാർ സഭയുടെ പുതിയ ഇടയൻ ആര് എന്ന് സംബന്ധിച്ച തീരുമാനം അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ വത്തിക്കാനിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകും. അതോടൊപ്പം തന്നെ കേരളത്തിലും സമാനമായ സമയത്ത് തന്നെയായിരിക്കും പ്രഖ്യാപനമുണ്ടാവുക. തീരുമാനം നേരത്തെ തന്നെ രഹസ്യ ബാലറ്റിലൂടെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിനി വത്തിക്കാന്റെ അംഗീകാരമാണ് ലഭിക്കേണ്ടത്. അതിനുശേഷം മാത്രമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം. ഈ വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. അപ്പോൾ അവരുടെ ബാധ്യത ഏറ്റെടുത്ത് ഈ പ്രതിയെ പരമാവധി സംരക്ഷിച്ചു വരികയായിരുന്നിരിക്കണം. ഏതായാലും ഈ പ്രതിയെ സംരക്ഷിക്കാൻ മാത്രം പോകുന്ന ആളുകളാണ് ഇതിന്റെ പിന്നിൽ, എന്നെ ആക്രമിച്ച കേസിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. അത് അവരൊന്നും ഈ കേസിന്റെ മുഖ്യ ധാരയിലൊന്നും വന്നിട്ടില്ല. അവരിപ്പോഴും കാണാമറയത്താണ്. അവര് ഒരുപക്ഷെ ഈ പ്രതിയെ ഇപ്പോൾ പോലീസിന് കീഴടങ്ങാൻ വേണ്ടി കൊടുത്താവാം, അല്ലെങ്കിൽ പോലീസിന്റെ സാമർഥ്യം കൊണ്ട് പ്രതിയെ പിടിച്ചാവാം. അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് കൗതുകമൊന്നുമില്ല. അറിഞ്ഞുകൂടാനും അതായത് വിചാരണ പൂർണ്ണമാകും ഒന്നാമത്തെ പ്രതി കൂടി പിടിയിലാകുമ്പോൾ. അപ്പോഴും താങ്കൾ കരുതുന്നത് ഇതിന് പിറകിൽ നിന്നവർ ഇപ്പോഴും മുഖ്യധാരയിൽ നിന്ന് ഒളിച്ചു നിൽക്കുകയാണ്, നിയമത്തിന്റെ പിടിയിൽ നിന്ന് ഒളിച്ചു നിൽക്കുകയാണ് എന്ന് താങ്കൾ ഇപ്പോഴും കരുതുന്നുണ്ടല്ലേ? അതായത് ഈ ആക്രമണം പ്ലാൻ ചെയ്യുന്നവരെ, ഇങ്ങനെ എന്നെ ആക്രമിക്കാനും വേണ്ടിയിട്ട് തീരുമാനം എടുത്തവരാണ് ഈ കേസിലെ ഒന്നാം പ്രതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, മുഖ്യപ്രതി. പക്ഷേ നമ്മുടെ നിയമ സംവിധാനവും ഒക്കെ അനുസരിച്ച് എന്നെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ച ആള്, എന്നിൽ കൂടുതൽ മുറിവുണ്ടാക്കിയ ആളാണ് ഒന്നാം പ്രതി. എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ആയുധം മാത്രമാണ്. ശരിയായിട്ടുള്ള പ്രതികൾ ഇതിനു വേണ്ടിയിട്ട് തീരുമാനം എടുത്തവരാണ്. പക്ഷെ അവരൊക്കെ ഇപ്പോഴും കാണാമറയത്താണ്. ഇദ്ദേഹം അതിന്റെ ഒരു ഒരു പിണിയാൾ മാത്രമാണ്, അവരുടെ ആജ്ഞാനവർത്തി മാത്രമാണ്, ഒരു ആയുധം മാത്രമാണ്. അദ്ദേഹത്തെ ജയിലിലടച്ചുകൊണ്ട് അല്ല ഇതുപോലുള്ള സംഭവങ്ങളെ നമുക്ക് ആവർത്തിക്കാതെ ഇരിക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ പിന്നിലുള്ള ക്രിമിനൽ ബുദ്ധികളെ കണ്ടെത്തി അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതെ ഇതുപോലുള്ള ആക്രമണ സംഭവങ്ങളൊന്നും ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും നമ്മുടെ നിയമ സംവിധാനത്തിന് അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ് ഈ നമ്മുടെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തതുകൊണ്ട്. എന്നാൽ ഈ കേസിന്റെ വിചാരണ 2 ഘട്ടം കഴിഞ്ഞതാണ്. ഇദ്ദേഹത്തെ ഒഴിച്ച് ബാക്കിയുള്ളവരെ വെച്ച് വിചാരണയൊക്കെ പൂർത്തിയാക്കി അതിനൊക്കെ ശിക്ഷ വിധിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇനിയും ഇതിന്റെ 3ാം ഘട്ട വിചാരണ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരളത്തെ ഞെട്ടിച്ച കൈവെട്ട് കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കണ്ണൂർ വെച്ചാണ് ഇയാളെ ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടിയിരിക്കുന്നത്. 13 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്നു. ഒടുവിൽ കണ്ണൂരിൽ നിന്ന് തന്നെ ഇയാളെ പിടികൂടാൻ സാധിച്ചിരിക്കുകയാണ്. വിദേശങ്ങളിൽ ഉൾപ്പെടെ വലിയ തിരച്ചിലുകൾ ഇയാൾക്ക് വേണ്ടി നടത്തിയിരുന്നു. ചാരസംഘടനയായ റോ ഉൾപ്പെടെ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടുകിട്ടിയിരുന്നില്ല. ഒടുവിൽ ഇപ്പോൾ കണ്ണൂരിൽ വെച്ച് ഇയാൾ പിടിയിലായിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. 2010 ജൂലൈയിലാണ് TJ ജോസഫ്, മൂവാറ്റുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന TJ ജോസഫിന്റെ കൈവെട്ടിയതിനു ശേഷം ഇയാൾ കടന്നു കളയുകയായിരുന്നു. ആലുവയിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് പോയി എന്നായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി പറഞ്ഞത്. ഇയാളുടെ കൈവശമായിരുന്നു ഈ കൈവെട്ടാൻ ഉപയോഗിച്ച മഴു ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അതുൾപ്പെടെ ഇപ്പോഴും NIAക്ക് കണ്ടെടുക്കാൻ സാധിച്ചിരുന്നില്ല. 54 പ്രതികളുള്ള കേസാണ്. അതിൽ 18 പേരെ കോടതി വിട്ടയക്കുകയും മറ്റുള്ളവരെ ശിക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിലെ 1ാം പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ തന്നെയാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ ഇയാൾ ബംഗളൂരുവിലേക്ക് കടന്നു എന്നായിരുന്നു കണ്ടെത്തൽ. എന്നാൽ ആ സാധ്യത അവിടെയെല്ലാം തന്നെ തിരച്ചിൽ നടത്തി. അതിനുശേഷം ഇയാളെ കേസിലെ മുഖ്യ സൂത്രധാരനായ നാസറിനോടൊപ്പം നേപ്പാളിൽ കണ്ടു എന്ന വിവരം NIAക്ക് ലഭിച്ചിരുന്നു. തുടർന്ന് നാസറിനെ പിടികൂടിയതിനു ശേഷം വലിയ ചോദ്യം ചെയ്യലുകളും മറ്റും നടത്തിയെങ്കിലും
പോലും സവാദിനെ പിടികൂടാൻ സാധിച്ചില്ല. അവിടെ നിന്ന് നേപ്പാളിൽ നിന്ന് ഇയാൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു എന്ന വിവരമാണ് പിന്നീട് പുറത്തു വന്നത്. അഫ്ഗാനിസ്ഥാൻ, ദുബായ്, കാനഡ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് പലതവണ ദേശീയ അന്വേഷണ ഏജൻസി ഇയാൾക്ക് വേണ്ടി പുറപ്പെടുവിച്ചിരുന്നു. എങ്കിലൊന്നും തന്നെ ഇയാളെ വലയിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഇയാളെ പിടിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ നൽകും എന്ന ഒരു ഇനാമും ദേശീയ അന്വേഷണ ഏജൻസി പ്രഖ്യാപിച്ചിരുന്നു. അപ്പോഴും പിടികൂടാൻ സാധിച്ചില്ല. ഒടുവിൽ ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി കണ്ണൂർ വെച്ച് സവാദിനെ പിടികൂടിയിരിക്കുകയാണ്. ഇനി ഇയാൾ വിചാരണ നേരിടേണ്ടി വരും. ഏതായാലും വലിയൊരു ബ്രേക്ക് ത്രൂ ആണ് ഈ കേസിൽ ഇപ്പോൾ NIA-ക്ക് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഒരാളും ഈ സവാദിനെ ദുബായിൽ വെച്ച് കണ്ടെത്തിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യൻ ചാരസംഘടനയായ റോയുടെ ഏജന്റ് സീറോ മലബാർ സഭയുടെ പുതിയ അധ്യക്ഷന്റെ പ്രഖ്യാപനം അല്പസമയത്തിനകം 4:30 കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടക്കും. അതേസമയം തന്നെയാണ് വത്തിക്കാനിലും പ്രഖ്യാപനം ഉണ്ടാവുക. സഭാ ആസ്ഥാനത്ത് ചേർന്ന സിനഡിൽ ആണ് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസം ആയിരുന്നു ഈ സിനഡ് യോഗം നടന്നത്. ചൊവ്വാഴ്ച രാവിലെ തന്നെ ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. കാനൻ നിയമപ്രകാരം ആണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വത്തിക്കാനിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ഈ തെരഞ്ഞെടുക്കപ്പെട്ട ബിഷപ്പിൻ്റെ പേര് പിന്നീട് അന്തിമ അനുമതിക്കായി വത്തിക്കാനിലേക്ക് അയച്ചു നൽകുക എന്നതാണ് രീതി. അവിടെ നിന്ന് അനുമതി ലഭിച്ചാൽ ഔദ്യോഗികമായി ആരാകും സീറോ മലബാർ സഭയുടെ പുതിയ അധ്യക്ഷൻ എന്നത് അറിയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം 53 മെത്രാന്മാർ ആണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ അതോടൊപ്പം തന്നെ വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്തത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് ആണ് ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. നിലവിൽ പാലാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്, അതോടൊപ്പം തന്നെ ഉജ്ജയിൻ രൂപത മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വടക്കേൽ എന്നിവരുടെ പേരുകൾ ആണ് ഈ അന്തിമഘട്ടത്തിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ടത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ 3/2 ഭൂരിപക്ഷം ലഭിച്ചാൽ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ബിഷപ്പ് ആയിരിക്കും സീറോ മലബാർ സഭയെ ഇനി നയിക്കുക. എന്തായാലും ഭൂമി തർക്കം, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവാദ ഭൂമി ഇടപാട്, കുർബാന തർക്കങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നതിനിടയിലാണ് സഭയ്ക്ക് പുതിയ അധ്യക്ഷൻ ചുമതല വഹിക്കേണ്ടി വരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കോൺഗ്രസ് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല. BJPയുടെയും RSSൻ്റെയും രാഷ്ട്രീയ പദ്ധതി ആണ് ഇത് എന്നും ഭക്തി വ്യക്തിപരമാണ് എന്നും കാട്ടിയാണ് തീരുമാനം. വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഔദ്യോഗികമായ തീരുമാനം. രാഷ്ട്രീയമായി കോൺഗ്രസിന് വലിയ വെല്ലുവിളിയുണ്ടായ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു ചടങ്ങിൽ, അതായത് ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം നിയമ പോരാട്ടത്തിലൂടെ ആയിരുന്നു ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് എത്തിയത്. പക്ഷേ അത് മതനിരപേക്ഷതയ്ക്ക് യോജിക്കുന്നതാണോ എന്ന ചോദ്യം രാഷ്ട്രീയ കോണുകളിൽ നിന്ന് ഉയർന്ന പശ്ചാത്തലം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് രാമക്ഷേത്ര നിർമ്മാണത്തെ BJP രാഷ്ട്രീയമായ ആയുധമാക്കി മാറ്റുന്നു എന്ന തരത്തിലുള്ള നിരീക്ഷണം. ഇതെല്ലാം നിലനിൽക്കെയാണ് ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ കോൺഗ്രസ് ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MG രേണുകയാണ് ചേരുന്നത്. രേണുക, ഇതിൽ കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം, ഇത് ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ആണ് ഈ ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത്. രാഷ്ട്രീയമായി BJP ഇതിനെ മുതലാക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ BJPക്ക് പങ്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ക്ഷണത്തെ വ്യക്തിപരമായ ക്ഷണം എന്ന നിലയിൽ കണ്ടാൽ മതി എന്ന മട്ടിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പലപ്പോഴായി പ്രതികരണമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു വ്യക്തത പാർട്ടി വരുത്തുന്നുണ്ടോ? അതായത് പാർട്ടി പ്രതിനിധികൾ എന്ന നിലയിൽ ആളുകൾ പങ്കെടുക്കില്ല എന്നാണോ, അതെയോ പാർട്ടിയുടെ ഒരു നേതാക്കളും ഇതിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണോ? അഭിലാഷ്, ഈ ക്ഷണം ലഭിച്ചത് മുതൽ കോൺഗ്രസിനുണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി ഇന്നത്തെ ഈ തീരുമാനത്തിലൂടെ കോൺഗ്രസ് മറികടക്കാൻ ശ്രമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.
ഈ 22-ന് നടക്കുന്ന ജനുവരി 22-ന് നടക്കുന്ന പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല എന്നൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ജയറാം രമേശിന്റെ വാർത്താക്കുറിപ്പായാണ് ഈ തീരുമാനം, കോൺഗ്രസിന്റെ ഈ തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കാൻ RSS BJP സഖ്യം ശ്രമിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കും, ഈ ക്ഷണം നിരസിക്കുന്നു എന്നതാണ് ഈ കുറിപ്പിൽ പറയുന്നത്. ഇതിൽ നിന്നും കോൺഗ്രസ് ഈ പരിപാടിയുമായി സഹകരിക്കില്ല എന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഭക്തി വ്യക്തിപരമാണ്, റിലിജിയൻ അത് വ്യക്തിപരമാണ്. കോൺഗ്രസ് എന്ന പാർട്ടി ഇതിൽ പങ്കെടുക്കില്ല എന്നാണ് വ്യക്തമായും ഈ കുറിപ്പിൽ പറയുന്നത്. കോൺഗ്രസിന് നമുക്കറിയാം, ഈ ക്ഷണം ലഭിച്ചപ്പോൾ മുതൽ കൃത്യമായ ഒരു തീരുമാനം ഈ വിഷയത്തിൽ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പങ്കെടുക്കണമോ വേണ്ടയോ എന്നതിൽ ഒരു തീരുമാനം പറയാൻ നേതാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ചില നേതാക്കൾ പറയുകയും ചെയ്തു. വ്യക്തിപരമായി തങ്ങൾ ഈ ഭക്തി ഉള്ളവർ അതിൽ പങ്കെടുക്കുമെന്ന അഭിപ്രായം ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന ഔദ്യോഗിക തീരുമാനമാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അത് അവർ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ പരിപാടിയായി മാറുന്നു എന്ന നിലയിലാണ് ഇത് സ്നേഹപൂർവ്വം ഈ ക്ഷണം നിരസിക്കുന്നത് എന്ന് പറയുകയാണ് കോൺഗ്രസ്. സോണിയാഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെയ്ക്കും അധീർ രഞ്ജൻ ചൗധരിക്കുമായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ലഭിച്ചിരുന്നത്. ഇവർ പങ്കെടുക്കുമോ ഇല്ലയോ എന്നതൊക്കെ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. അണികൾക്കിടയിൽ പല വിധത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. കോൺഗ്രസിൻ്റേത് മൃദു ഹിന്ദുത്വ നിലപാടാണ് എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച്. അവർക്ക് ഈ ക്ഷണം CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ നിരസിച്ചിരുന്നതാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്ന തരത്തിലൊക്കെയുള്ള വിമർശനങ്ങൾ കോൺഗ്രസിന് നേരിടേണ്ടി വന്നിരുന്നു. അതിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്കറിയാം, സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ അയോധ്യ ഒരു വിഷയമായി തന്നെ ഉയർന്നു വരുമ്പോൾ അതിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടിന്റെ ആദ്യപടി എന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും ആ ചടങ്ങ് രാഷ്ട്രീയമാണ്. അത് അവിടെ മോദി എന്ന വ്യക്തി അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള തരത്തിലാണ് ആ ചടങ്ങ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമായ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു. അതായത് നിലവിൽ ഈ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ഇതിൽ രേണുക ഈ പ്രസ് റിലീസിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ലോർഡ് രാമ ഈസ് വർഷിപ്പ് ബൈ മില്യൺ ഇൻ അവർ കൺട്രി. അതായത് ദശലക്ഷക്കണക്കിന് ആളുകൾ ശ്രീരാമനെ ആരാധിക്കുന്നുണ്ട്. പക്ഷേ അതൊരു റിലീജിയസ് എന്നത് പേഴ്സണൽ മാറ്ററാണ്, വ്യക്തിപരമായ വിഷയമാണ്. RSSും BJPയും ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. മറ്റ് വിയോജിപ്പുകളോ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിയോജിപ്പുമല്ല ഇതിൽ ഉള്ളത്. ഈ ക്ഷണം ലഭിച്ചത് ആർക്കൊക്കെ? സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, അധീർ രഞ്ജൻ ചൗധരി എന്നിവർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ക്ഷണം ലഭിച്ചിട്ടുള്ളത്. ആ ക്ഷണം നിരസിക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയുമ്പോൾ അത് സ്വാഭാവികമായും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം തന്നെ ബാധകമാകുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടാകുന്നത്? അഭിലാഷ്, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? രേണുക, ഇതിലിപ്പോൾ ജയറാം രമേശിന്റെ പ്രസ് റിലീസിൽ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത് മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, അതോടൊപ്പം തന്നെ അധീർ രഞ്ജൻ ചൗധരി എന്നിവർക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചിരുന്നു. അത് തള്ളിക്കളയുന്നു എന്നുള്ളതാണ്, പേര് സഹിതമാണ് പറയുന്നത്. സ്വാഭാവികമായും ഇത് മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് കൂടി ബാധകമാകുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടാകുന്നത്? തീർച്ചയായും അഭിലാഷ്, ഇത് രാഷ്ട്രീയമാണ്. ഈ കോടതി വിധി ഉണ്ടായപ്പോൾ തന്നെ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം, അതിന് ശേഷം ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ BJP RSS തീരുമാനമുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈ ഈ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പോലും ആ നിലയിലാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ട്രസ്റ്റിന്റെ ക്ഷണം നിരസിക്കുന്നു എന്നതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. അത് ക്ഷണം ലഭിച്ച ഈ 3 പേരും അതിൽ പങ്കെടുക്കില്ല എന്നത് വ്യക്തമാണ്. പാർട്ടി അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നത് വ്യക്തമാണ്. പക്ഷേ നമുക്കറിയാം, കോൺഗ്രസ് ആണ് പാർട്ടി. നമ്മൾ കഴിഞ്ഞ ഈ ഏറ്റവും അടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കണ്ടതാണ്. പലയിടത്തും അവർ സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കുകയും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, സീറോ മലബാർ സഭയുടെ പുതിയ അധ്യക്ഷന്റെ പ്രഖ്യാപനം അല്പസമയത്തിനകം നടക്കാൻ പോവുകയാണ്. മൗണ്ട് സെന്റ് തോമസിൽ കാക്കനാട് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകും.